യൂണിഫോം ഇട്ട് കൂട്ടുകാർക്കൊപ്പം സ്കൂളിൽ പോകാനും പഠിക്കാനും ഒക്കെ ഒരാൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ജീവിതം നൽകിയ പ്രയാസങ്ങൾക്കിടയിൽ അതൊന്നും നടന്നില്ല. 25 വയസ്സുള്ള സൈനുദ്ദീനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് കടുത്ത വൃക്ക രോഗിയാണ് സൈനുദ്ദീൻ. ഒരു ദിവസമെങ്കിലും യൂണിഫോം ഇട്ട് സ്കൂളിൽ പോകാനായിരുന്നു എങ്കിൽ എന്ന ആഗ്രഹം വലിയ രീതിയിൽ സൈനുദ്ദീൻ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. ആഗ്രഹം വീണ്ടും വീണ്ടും പലതവണ സൈനുദ്ദീൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് നടത്തി കൊടുക്കാൻ നല്ലവരായ ഒരുപാട് പേർ അങ്ങനെ ഒത്തുകൂടി സൈനുദ്ദീന്റെ ആഗ്രഹം നടന്നു. ടീച്ചേഴ്സ് നമ്മൾ ജയിലിലാദ്യത്തിന് യൂണിഫോം ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ പ്രിയ മുഹമ്മദ് റസീനാണ് അവർക്ക് വേണ്ടി യൂണിഫോം കൊണ്ടുവന്നത്. നല്ല കഴിവുള്ള കുട്ടിയാണ്, മികവുള്ള കുട്ടിയാണ്, ചിത്രം വരക്കും. അതുപോലെ തന്നെ ഒരുപാട് കരവിത്തുകളുണ്ട്, എല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ചെറുപ്പത്തിൽ തന്നെ ഡയാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു മാസം തന്നെ 1 ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ വീട്ടുകാര് അവരുടെ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം ഞങ്ങളോടൊന്നും പറഞ്ഞു. മറിച്ച് ആ കുട്ടിയുടെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോ ഏതെങ്കിലും ഒരു സ്കൂളില് കുട്ടികളൊക്കെ യൂണിഫോം ഇട്ടുകൊണ്ട് ഇരിക്കണം, അവരോടൊപ്പം ഒന്ന് കൂട്ടുകൂടണം, എനിക്ക് അങ്ങനെ സുഹൃത്തുക്കളൊന്നുമില്ല എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട് തത്സമയം. അരുൺ, എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും. ചില ആഗ്രഹങ്ങളെങ്കിലും വളരെ വിലപ്പെട്ടതായിരിക്കും. അതെന്തെങ്കിലും ഒന്ന് നടക്കണമെന്നുള്ള അതിയായ ഒരു ആഗ്രഹം മനസ്സിനുള്ളിൽ ഉണ്ടാവുകയും ചെയ്യും. സൈനുദ്ദീനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടു നടന്ന ഒരാഗ്രഹമാണ്. മറ്റുള്ളവർക്ക് കേട്ടാൽ വളരെ ചെറുത്, ഇത്ര നിസ്സാരമായ ഒരു ആഗ്രഹം എന്നൊക്കെ തോന്നാം. പക്ഷേ സൈനുദ്ദീനെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹം അത്രത്തോളം മൂല്യമുള്ളതാണ്. എന്തായാലും എല്ലാവരും ചേർന്ന് അതങ്ങ് നടത്തിക്കൊടുത്തു. സൈനുദ്ദീന്റെ സന്തോഷമുള്ള ആ ഒരു മുഖം കാണാൻ കഴിഞ്ഞപ്പോൾ നമുക്കും വലിയ സന്തോഷം. ഹിമ, ഒരു അല്പം വിഷമവും എന്നാൽ അതിനെ മറികടന്നുള്ള സന്തോഷവും നൽകുന്ന കാഴ്ച തന്നെയാണ് ഈ പൊന്നാനി സ്വദേശിയായ സൈനുദ്ദീൻ്റെ ചിരകാല അഭിലാഷം യാഥാർത്ഥ്യമാകാണ്. കുട്ടിക്കാലം മുതലേ സ്കൂളിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹം പക്ഷേ ഈ ആരോഗ്യാവസ്ഥ കൊണ്ട് നടന്നില്ല. നിരന്തരം ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗി കൂടിയായിരുന്നു സൈനുദ്ദീൻ. അപ്പോൾ 25-ാം വയസ്സിലാണ് ആ ഒരു ആഗ്രഹം സഫലമാകുന്നത്. അതൊരു പ്രൊഫസർ ഈ സൈനുദ്ദീനോട് സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ആഗ്രഹം തന്നെ മനസ്സിലുണ്ടെന്ന് പറയുന്നത്. അത് യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ സഹായിച്ചത് ദാറുൽ ഹിദ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പോൾ അവരുടെയൊക്കെ ചേർന്നുള്ള ഒരു ഫലമായി തന്നെ വലിയൊരു അഭിലാഷം പൂവണിഞ്ഞു എന്ന് പറയുന്നത് തന്നെ നമുക്ക് പല പല ആഗ്രഹങ്ങളും നമ്മളൊക്കെ വിചാരിക്കും ഇതൊരു ചെറിയ കാര്യമല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ അത് പകരം വയ്ക്കാനില്ലാത്ത ഒരു സന്തോഷം തന്നെയാണ് എന്നുള്ളതാണ്. അത് ഇനി എത്ര കാലം കഴിഞ്ഞാലും ഒരു മനസ്സിലൊരു ഓർമ്മയായി സൈനുദ്ദീൻ എന്നും സൂക്ഷിക്കാം. അത് കൂടെ ഉണ്ടായിരുന്ന സഹപാഠികൾക്കൊപ്പം തന്നെ സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് പാട്ടുപാടി ആഘോഷിച്ച് ഈ ചിത്രരചനയിലൊക്കെ അഭിരുചിയുള്ള ആളാണ്. അപ്പോൾ ചിത്രം വരച്ചും പാട്ടുപാടിയും മധുരം പങ്കിട്ടുമൊക്കെ ഒരു ആഘോഷമാക്കി മാറ്റി. അത് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആയി തന്നെ ഒരു ജീവിതകാലത്തിലെ ഒരു ഏറ്റവും വലിയ നേട്ടമായി തന്നെ ഒരു സ്കൂൾ ഈ ഒരു നിമിഷം സൈനുദ്ദീന് മനസ്സിൽ സൂക്ഷിച്ചു വെക്കാം എന്നുള്ളത് മനോഹരമായ ഒരു അനുഭവം തന്നെ, ഒരു കാഴ്ചയായി തന്നെ നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലൊരു വിങ്ങലും അതേസമയം തന്നെ വലിയ സന്തോഷവും ഉണ്ടാക്കിയ ഒരു കാഴ്ച. എന്തായാലും വലിയ സന്തോഷം സൈനുദ്ദീന്റെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ.